പാരീസിൻ്റെയും ഫ്രാൻസിൻ്റെയും മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് ഈഫൽ ടവർ. 1889 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ വെച്ച് നടത്തപ്പെട്ട വേൾഡ് ഫെയർ എന്ന ലോക പ്രദർശനത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമായാണ് ഈഫൽ ടവർ നിർമ്മിച്ചത്. ഫ്രഞ്ച് എഞ്ചിനീയറായ ഗുസ്താവ് ഈഫൽ ആണ് ഈ ഗോപുരത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ടവറിന് ഈഫൽ ടവർ എന്ന പേര് ലഭിച്ചത്. മൗറിസ് കോക്ലിൻ, എമിൽ നൗജിയർ എന്നീ എഞ്ചിനീയർമാരാണ് ഇതിന്റെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കിയത്. 1887 ജനുവരി 28 നിർമ്മാണം ആരംഭിച്ച് വെറും 2 വർഷവും 2 മാസവും 5 ദിവസവും കൊണ്ട് ഇതിന്റെ പണി പൂർത്തിയായി. 1889 മാർച്ച് 31 ഇത് പൂർത്തിയായത്. നിർമ്മാണ സമയത്ത് ഏകദേശം 300 മീറ്റർ ആയിരുന്നു ഇതിന്റെ ഉയരം. മുകളിലെ ആന്റിനകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതിന് 330 മീറ്റർ ഉയരമുണ്ട്. 1930 ന്യൂയോർക്കിലെ ക്രിസ്ലർ ബിൽഡിംഗ് നിർമ്മിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന മനുഷ്യനിർമ്മിത ഘടന ഇതായിരുന്നു. പഡിൽസ് അയൺ അഥവാ പ്രത്യേകതരം ഇരുമ്പ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 7300 ടൺ ഇരുമ്പും മൊത്തത്തിൽ 10100 ടൺ ഭാരവും ഈ ഗോപുരത്തിനുണ്ട്. കടുത്ത വേനൽക്കാലത്ത് ഇരുമ്പ് ചൂടായി വികസിക്കുന്നത് കാരണം ടവറിന്റെ ഉയരം 15 സെന്റിമീറ്റർ വരെ കൂടാറുണ്ട്. യഥാർത്ഥത്തിൽ 20 വർഷത്തേക്ക് മാത്രമാണ് ഈഫൽ ടവർ നിർമ്മിച്ചത്. അത് കഴിഞ്ഞ് 1909 ഇത് പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ആ സമയത്ത് റേഡിയോ കമ്മ്യൂണിക്കേഷനുകൾക്കായി ഇതിന്റെ മുകളിൽ വലിയ ആന്റിനകൾ സ്ഥാപിക്കുകയും സൈനിക ആവശ്യങ്ങൾക്കും കാലാവസ്ഥാ പഠനങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ടവർ പൊളിക്കാതെ നിലനിർത്തിയത്. ആദ്യകാലത്ത് പാരീസിലെ പല കലാകാരന്മാരും ബുദ്ധിജീവികളും ഇതിന്റെ രൂപഭംഗിയെ വിമർശിച്ചിരുന്നെങ്കിലും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഈഫൽ ടവർ. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി വലിയ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രാധാന്യം ഈ ഗോപുരത്തിനുണ്ട്. 1789 ചരിത്രപ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 1889 നടന്ന വേൾഡ് എക്സ്പോസിഷന്റെ ഭാഗമായാണ് ഈഫൽ ടവർ നിർമ്മിച്ചത്. ഫ്രാൻസ് ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രതീകമായാണ് ഇത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ സാങ്കേതികവും വ്യാവസായികവുമായ പുരോഗതി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായിരുന്നു ഇത്. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായിരുന്ന ഈഫൽ ടവർ ഫ്രാൻസിന്റെ ആഗോള സ്വാധീനത്തെയും എഞ്ചിനീയറിംഗ് മികവിനെയും അടയാളപ്പെടുത്തി. ലോകമഹായുദ്ധകാലത്ത് ശത്രുക്കളുടെ റേഡിയോ സന്ദേശങ്ങൾ ചോർത്താനും സ്വന്തം സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള ഒരു റേഡിയോ ട്രാൻസ്മിഷൻ ടവറായി ഇത് മാറി. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി പാരീസ് കീഴടക്കിയപ്പോൾ ഹിറ്റ്ലറുടെ സൈന്യം ടവറിന് മുകളിൽ കയറാതിരിക്കാൻ ഫ്രഞ്ചുകാർ ഇതിന്റെ ലിഫ്റ്റ് കേബിളുകൾ മനഃപൂർവ്വം മുറിച്ചു മാറ്റിയിരുന്നു. ഇത് ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ ശക്തമായൊരു രാഷ്ട്രീയ പ്രതീകമായി മാറി. ടവർ നിർമ്മിച്ച തുടക്കകാലത്ത് പാരീസിലെ പ്രമുഖ കലാകാരന്മാരും എഴുത്തുകാരും ഇതിനെ കഠിനമായി എതിർത്തിരുന്നു. പാരീസിന്റെ സാംസ്കാരിക ഭംഗിക്ക് ഇതൊരു കരിനിഴലാണെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ കാലക്രമേണ
ആധുനിക വാസ്തുവിദ്യയുടെയും കലയുടെയും ഏറ്റവും മികച്ച മാതൃകയായി പാരീസ് ജനത ഇതിനെ നെഞ്ചിലേറ്റി. ഇന്ന് ആഗോളതലത്തിൽ പ്രണയത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന പാരീസിന്റെ പ്രധാന സാംസ്കാരിക അടയാളമാണ് ഈഫൽ ടവർ. സിനിമകൾ, കവിതകൾ, പെയിന്റിങ്ങുകൾ എന്നിവയിലെല്ലാം ഇത് പ്രണയത്തിന്റെയും സ്വപ്നങ്ങളുടെയും പശ്ചാത്തലമായി മാറിയിരിക്കുന്നു. ഫ്രഞ്ച് ജനതയുടെ സാംസ്കാരിക സ്വത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണിത്. ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് ഫ്രാൻസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈഫൽ ടവറാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ടൂറിസം മേഖലയെയും താങ്ങി നിർത്തുന്നതിൽ ഇതിനുള്ള പങ്ക് വളരെ വലുതാണ്. ഈഫൽ ടവറിന് പ്രധാനമായും 3 നിലകളാണുള്ളത്. ഒന്നാം നിലയിൽ സുതാര്യമായ ഗ്ലാസ് ഫ്ലോറും പ്രദർശനശാലകളും കടകളുമുണ്ട്. പാരീസ് നഗരത്തിന്റെ മനോഹരമായ കാഴ്ച രണ്ടാം നിലയിൽ നിന്ന് കാണാം. പ്രശസ്തമായ റെസ്റ്റോറന്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് കയറാൻ പറ്റുന്ന യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏറ്റവും മുകളിലത്തെ നില. ഗുസ്താവ് ഈഫലിന്റെ ഒരു ചെറിയ സ്വകാര്യ മുറിയും ഇവിടെയുണ്ട്. രാത്രിയാകുന്നതോടെ ഈഫൽ ടവർ സ്വർണ്ണ നിറത്തിലുള്ള ലൈറ്റുകളാൽ പ്രകാശിക്കും. ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈറ്റ് ഷോയും ഇതിന്റെ പ്രധാന ആകർഷണമാണ്. തുരുമ്പെടുക്കാതിരിക്കാൻ ഓരോ 7 വർഷം കൂടുമ്പോഴും ഏകദേശം 60 ടൺ പെയിന്റ് ഉപയോഗിച്ച് ഇത് പൂർണ്ണമായും പെയിന്റ് ചെയ്യാറുണ്ട്. വെറുമൊരു ഇരുമ്പ് ഗോപുരം എന്നതിനപ്പുറം ഫ്രാൻസിന്റെ ചരിത്രം, രാഷ്ട്രീയം, കലാപരമായ സ്വാതന്ത്ര്യം എന്നിവ വിളിച്ചോതുന്ന ഒരു ജീവസുറ്റ സ്മാരകമാണ് ഈഫൽ ടവർ.